രാജ്യം ഒരിക്കൽ കൂടി ഒരു കർഷക സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. വിവിധ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഡൽഹി ചലോ മാർച്ച് ഇന്ന് രാവിലെ 10 മണിയോടെ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ ട്രാക്ടറുകളിൽ പുറപ്പെടും ഡൽഹിയിലേക്ക്. കേന്ദ്ര സർക്കാർ ഇന്നലെയും ഒരു അനുരഞ്ജനത്തിന് ശ്രമിച്ചു. തെരഞ്ഞെടുപ്പ് കാലമാണ്, അറിയാം. കർഷക മാർച്ച് തടയാൻ ഡൽഹി, ഹരിയാന പോലീസ് എല്ലാവിധമായ ഒരുക്കങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ കർഷക സമരം കൂടുതൽ കരുത്താർജിക്കും എന്നാണോ ഇന്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ്. എന്തായാലും ഗാസിപ്പൂർ, സിംഗു ഉൾപ്പെടെയുള്ള അതിർത്തികളെല്ലാം തന്നെ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. കർഷക സമരം, കർഷകർ 2500-ലധികം ട്രാക്ടറുകളിലായിട്ടാണ് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ ഡൽഹിയിലേക്ക് വരാനൊരുങ്ങുന്നത്. അതിന്റെ ഭാഗമായുള്ള എല്ലാ സജ്ജീകരണങ്ങളും കർഷകർ ഒരുക്കിക്കഴിഞ്ഞു. വീണ്ടും ഒരു കർഷക സമരത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാസിപ്പൂർ അതിർത്തിയിലാണ്. സമാനമായ നിലയിൽ തന്നെയാണ് ഗാസിപ്പൂർ കൂടാതെ സിംഗു, തിക്രി അടക്കമുള്ള അതിർത്തികളിലെ കാഴ്ച. മാധ്യമങ്ങൾക്കടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കടുത്ത നിയന്ത്രണമെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ഇതിനെ തന്നെ ഇവിടെ ഏർപ്പെടുത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന ഗാസിപ്പൂർ അതിർത്തിക്ക് സമാനമായി തന്നെ സിംഗുവിലും കനത്ത സുരക്ഷയും അതോടൊപ്പം തന്നെ കടുത്ത നിയന്ത്രണവും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഏതാണ്ട് 100 മീറ്റർ അപ്പുറം വലിയ തരത്തിലുള്ള ബാരിക്കേഡുകളും അതോടൊപ്പം തന്നെ ഇരുമ്പ് വേലികളും പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ കോൺക്രീറ്റ് മതിലുകളും അവിടെ തീർത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ പോലും കർഷകർ ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 2020 നവംബർ 26-നാണ് ആദ്യ കർഷക സമരം ഡൽഹിയിലേക്ക് പ്രഖ്യാപിക്കുകയും പിന്നീട് കർഷകർ സിംഗു, ഗാസിപ്പൂർ അടക്കമുള്ള അതിർത്തികൾ എത്തുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരു വർഷക്കാലം കർഷകർ ഈ വിവിധ അതിർത്തികളിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അന്ന് സ്വീകരിച്ചതിലധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഹരിയാനയിലെ 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ഇൻഡോർ സ്റ്റേഡിയങ്ങൾ താൽക്കാലിക ജയിലുകളായി സ്ഥാപിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹിയിലാണെങ്കിൽ 1 മാസത്തോളം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞ ലംഘിച്ചു വരുന്നവരെല്ലാം തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകുമെന്ന് ഡൽഹി പോലീസ് ഇതിനും തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് മുന്നോടിയായി തന്നെ ഇന്നലെ കേന്ദ്ര സർക്കാർ കർഷക സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലൊന്നും തന്നെ ഇതുവരെ സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സർക്കാർ വീണ്ടും ചർച്ച ക്ഷണിച്ചാൽ പോകുമെന്ന് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട്. ഏതാണ്ട് 200ഓളം കർഷക സംഘടനകളാണ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഒന്ന് താങ്ങുവില ഉറപ്പാക്കുക, കൂടാതെ ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കണം. അതോടൊപ്പം ആദ്യ കർഷക സമരത്തിൽ കേസെടുത്ത നടപടി പിൻവലിക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രധാനമായും കർഷക സംഘടനകൾ സമരത്തിലുള്ളത്. ഇന്നലെ രാത്രി ഏതാണ്ട് 5 മണിക്കൂറോളം ചർച്ച നീണ്ടിരുന്നു. ഇതിലൊന്നും തന്നെ സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളിൽ മാത്രം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ഉറപ്പ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ ഉറപ്പെല്ലാം തന്നെ കഴിഞ്ഞ 3 വർഷം മുൻപ് ലഭിച്ചിരുന്നു. പിന്നീട് പലകുറി വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രതിഷേധങ്ങൾ നടന്നു. അതിലൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഉറപ്പിലൊന്നും തന്നെ വിശ്വാസമില്ല. കൂടാതെ ചില സമിതികൾ രൂപീകരിക്കാമെന്നും കർഷക സംഘടനകളോട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു കൃത്യമായ ഉറപ്പ് നൽകാതെയുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമരവുമായി മുന്നോട്ട് പോകാൻ കർഷക സംഘടനകൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കർഷക വോട്ടുകൾ അത് പിണക്കാൻ എന്തായാലും കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ BJPക്കോ കഴിയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള വഴിയൊരുങ്ങും. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഉന്നയിച്ച ആവശ്യങ്ങൾ 7 ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട്. എന്തായാലും വലിയ തരത്തിലൊരു സമരം, വീണ്ടും ഒരു ചരിത്ര സമരത്തിന് സാക്ഷി വഹിക്കാൻ പോവുകയാണ് ഡൽഹി. കഴിഞ്ഞ വർഷമെല്ലാം തന്നെ, അതായത് 2020-ലെ ആദ്യ കർഷക സമരത്തിൽ ഗാസിപ്പൂരിൽ ഇവിടുത്തെ കാഴ്ച ഏതാണ്ട് കിലോമീറ്ററോളം ട്രാക്ടറുകൾ നിരന്നു കിടക്കുന്ന കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സിംഗുവിലും സമാനമായ കാഴ്ചയുണ്ടായിരുന്നു. ഇനി അത്തരത്തിലൊരു കാഴ്ചകളിലേക്ക് ഒരു പക്ഷേ ഇന്നത്തെ സമരം മാറിയേക്കാം. കാരണം സിംഗുവിൽ നിന്നും അതോടൊപ്പം തന്നെ ഗാസിപ്പൂരിൽ നിന്നും എല്ലാം തന്നെ ഇത്തരത്തിൽ ട്രാക്ടറുകളായിട്ടാണ് കർഷകർ എത്തുക എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തണുപ്പിനെ അവഗണിച്ച് സമരം മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ എത്ര നാൾ വേണമെങ്കിലും സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ്. ഇന്ന് ഡൽഹി ചലോ മാർച്ച് ഇന്നുണ്ടാകും. കർഷകരുടെ ഒരിക്കൽ കൂടി രാജ്യം കർഷക സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. കർഷകർ ട്രാക്ടറിലേറിയാണ് ഡൽഹിയിൽ എത്തുക.